ഇത് വിവോയുടെ ഈ മാസം 20-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഫോണാണ്. വിവോയുടെ Y400 Pro എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതൊരു നോർമൽ ഫോണാണ്, അങ്ങനെ വലിയ സ്പെക് ഒന്നുമില്ല, ചെറിയ സ്പെക്കോട് കൂടിയ ഒരു ഫോണാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യമാണ്, ഇതൊക്കെ ഞാൻ ഈ ഫോണിന്റെ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് ആണ്. ഇത് സാധാ ഒരു 50 മെഗാ പിക്സൽ ക്യാമറയും ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ ക്യാമറയും മാത്രമുള്ള ഒരു ഫോണാണ്. അതിലെടുത്ത ഫോട്ടോസ് ആണ് ഇതൊക്കെ. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ്, അവരിപ്പോൾ ഒരു പുതിയ ഫോൺ എടുത്താൽ അവർ അതിനകത്ത് ആദ്യമൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴേക്കും നല്ല ഷാർപ്നെസ്, നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഈ ക്വാളിറ്റി ഡ്രോപ്പ് ആവുന്നതായിട്ടും ഷാർപ്നെസ് നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ പറയാറുണ്ട്. ഇതിന്റെ റീസൺസ് ചോദിക്കാറുണ്ട്. പല കാരണങ്ങളുണ്ട്. ക്യാമറ കാലിബ്രേഷൻ ഇഷ്യൂ ഉണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ ഇഷ്യൂ വരാറുണ്ട്, വേർ ആൻഡ് ടയർ സ്ക്രാച്ചസ് ഒക്കെ വീഴുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. മെയിൻ പ്രശ്നങ്ങളൊന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴത്തേക്ക്, ഒരു ബ്രാൻഡ് ന്യൂ ഫോൺ വാങ്ങുമ്പോഴത്തേക്ക് അതിന്റെ ഈ ക്യാമറയുടെ ലെൻസസിലും നമ്മളെ സ്ക്രീനിലും ഒക്കെ ഓലിയോഫോബിക് കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് ഈ ബ്രാൻഡ് കൊടുത്താണ് വിടാറുള്ളത്. അപ്പോൾ ഈ കോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് നമ്മൾ കണ്ണിനൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോട്ടിംഗ് ആണ്. അത് പക്ഷേ നമ്മളൊരു 2-3 കുറച്ച് നാളത്തെ യൂസേജ് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ കോട്ടിംഗ് അങ്ങ് നഷ്ടപ്പെടും. നമ്മുടെ ടീഷർട്ട് വെച്ചിട്ടും ഷർട്ടിന്റെ ഒക്കെ അറ്റം വെച്ചിട്ടും ഒക്കെ ലെൻസ് തുടയ്ക്കുമ്പോഴത്തേക്കൊക്കെ പെട്ടെന്ന് ഈ കോട്ടിംഗ് അങ്ങ് പോകും. ഈ കോട്ടിംഗ് പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ആദ്യം, അതായത് ഫോൺ മേടിച്ചെടുക്കുമ്പോൾ ഉള്ള ഫോട്ടോയുടെ ക്വാളിറ്റി പിന്നീട് ഫോണിനകത്ത് കാണാൻ സാധിക്കാത്തത്. അത് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി അതിന് അങ്ങനെ ഒരു സൊല്യൂഷൻ ഒന്നും പ്രാക്ടിക്കലി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓലിയോഫോബിക് സൊല്യൂഷൻ ഒക്കെ മേടിച്ച് ക്ലീൻ ചെയ്താൽ പോലും അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് നിങ്ങളുടെ ഫോണിന് മാത്രം വരുന്ന ഒരു പ്രശ്നമല്ല, ഇത് യൂഷ്വലി എല്ലാവരുടെ ഫോണുകൾക്കും വരുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിന് മാത്രം വന്നൊരു കംപ്ലൈന്റ് ആണെന്ന് കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. സോ ഓരോ തവണ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മൈക്രോ ഫൈബർ ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്താൽ പരിധി വരെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ അറിയില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വിഷമമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.